uPVC വിൻഡോസും ഡോർസും മാനുഫാക്ചർ ചെയ്യുന്ന അത് സർവീസ് ചെയ്യുന്ന ഒരു ഫേമാണ്. കേരളത്തിൽ മുഴുവൻ സർവീസ് ചെയ്യുന്നു. എവിടെയും നമ്മൾ എത്തിച്ചു കൊടുക്കും. 15 ദിവസത്തിനാണ് നമ്മുടെ വർക്കും കഴിഞ്ഞ് 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് സാധനം അവരുടെ സൈറ്റിൽ കൊണ്ട് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമസ്കാരം. നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒന്നാണ് വിൻഡോസും ഡോസും. വിൻഡോസിലും ഡോസിലും നമ്മൾ പണ്ട് കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന തടികളായിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് ന്യൂ ജനറേഷൻ പ്രൊഡക്റ്റുകൾ വന്നു. അതിൽ പ്രധാനപ്പെട്ടത് അലുമിനിയം, സ്റ്റീല്, അതുപോലെ തന്നെ uPVC വിൻഡോസിൻ്റെ വീഡിയോ ഞാൻ ഒരു വർഷം മുൻപ് ചെയ്തിട്ടുണ്ട്. അന്ന് പറഞ്ഞായിരുന്നു നമുക്കിതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് എങ്ങനെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്. ഇന്ന് അങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫേമിലാണ് നിൽക്കുന്നത്. 511 വിൻഡോസ് ആൻഡ് ഡോർസ്. ഇവിടെ uPVC വിൻഡോസും ഡോർസും മാനുഫാക്ചർ ചെയ്യുന്ന അത് സർവീസ് ചെയ്യുന്ന ഒരു ഫേമാണ്. ഇന്ന് കാണുന്നത് ഇതിൻ്റെ വീഡിയോ ആണ്. ഞാൻ ജയശങ്കർ ഹമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള നിതിനാണ്. നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഞാനേ ഒരു കൊല്ലം മുന്നേ നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തത്. അതായത് uPVC അന്ന് എന്തൊക്കെയാണ്, അന്ന് ഇതിങ്ങനെ ഒന്ന് പോപ്പുലർ ആയിട്ട് വരുന്ന സമയം, പ്രത്യേകിച്ച് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ. അപ്പൊ ആ സമയത്താണ് ചെയ്തത്. അന്ന് പറഞ്ഞായിരുന്നു ഒരു മാനുഫാക്ചറിങ് കാണിച്ചതിനെ കുറിച്ച്. ഇത് കറക്റ്റ് സ്ഥലം എവിടെ? ഇത് നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ കരുവന്തല എന്ന് പറയും. കാഞ്ഞാണി അടുത്ത് ഏനമാവ് കെട്ടിനടുത്ത് കരുവന്തല എന്ന് പറയുന്നത്. തൃശ്ശൂരിൽ നിന്ന് എന്നാ ദൂരമുണ്ട്? തൃശ്ശൂരിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ അത്ര തന്നെ ഉള്ളൂ. യെസ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ബാക്കിയുള്ള നമ്പർ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് തുടങ്ങാം. ഓക്കെ. uPVC അതായത് അൺപ്ലാസ്റ്റിസൈഡ് പോളിവിനൈൽ ക്ലോറൈഡ്, അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതിന്റെ അബ്രിവേഷൻ ഫോം അങ്ങനെ തന്നെ പറഞ്ഞാട്ടെ. പ്രൊഫൈൽ തൊട്ട് നിങ്ങൾക്ക് ഞാൻ പാറ്റേൺ കൈമാറിയിരിക്കുന്നത്. uPVC നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഫൈല് സിംറ്റ ആസ്ട്രിക്സ് എന്ന് പറഞ്ഞ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഫൈലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിംറ്റ ആസ്ട്രിക്സ്. ഓക്കെ. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുന്ന പ്രൊഫൈലുകളിൽ ലീഡിംഗ് ബ്രാൻഡാണ് സിംറ്റ ആസ്ട്രിക്സ്. ഇതിന്റെ ഈ uPVCയുടെ മെയിൻ കമ്പോണന്റ് വരുന്നത് PVC റെസിൻ ആണ്. ഒരു 85% ഇതിൽ PVC റെസിൻ ആണ് ഇതിന്റെ കമ്പോണന്റ് വരുന്നത്. നമ്മുടെ ഈ ഇന്ത്യൻ ബ്രാൻഡുകളിൽ ഇറങ്ങുന്ന ഈ സിംറ്റ ആസ്ട്രിക്സിന്റെ PVC റെസിൻ എത്തിലീൻ ബേസ്ഡ് PVC റെസിൻ ആണ്. PVC റെസിൻ, അതുപോലെ തന്നെ ടൈറ്റാനിയം ഡയോക്സൈഡ്, PVC റെസിൻ, ടൈറ്റാനിയം ഡയോക്സൈഡ്, അതുപോലെ തന്നെ കാൽസ്യം കാർബണേറ്റ്, ഫില്ലേഴ്സ്, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കോമ്പൗണ്ട് വരുന്നത്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന പ്രൊഡക്റ്റ് ആണ് ഇത്. അതെ. യെസ്. ചോദിക്കട്ടെ, ഇവിടെ നമുക്ക് പല പ്രൊഫൈലുകൾ ഞാൻ കാണുന്നുണ്ട്. പല കളേഴ്സ് അവൈലബിൾ ആണെന്ന് വിചാരിക്കുന്നത്. യെസ്. നമുക്കൊരു 8ഓളം കളറുകൾ ഇതിൽ വരുന്നുണ്ട്. കളേഴ്സ് അവൈലബിൾ ആണ്. കളേഴ്സിന്റെ ഒക്കെ വിശദമായിട്ട് അവസാനം നമുക്ക് അതിന്റെ കളർ കാണിച്ചു കൊടുക്കാം. വുഡൻ കളേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. വുഡൻ കളേഴ്സ് അവൈലബിൾ. ഇത് ഗോൾഡൻ ഓക്ക് എന്നുള്ള ഒരു കളറാണ്. ഓക്കെ. അതായത് വുഡിന്റെ കളറുകളിൽ ഒന്നാണ് ഈ കാണുന്നത്. പിന്നെ ഇതിപ്പോ നമ്മൾ ഇവിടുന്ന് തുടങ്ങാണ്. ഞാൻ ഇവിടുന്ന് ഒരു പ്രൊഫൈൽ സെലക്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്തോ? നമ്മളൊരു പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത്. എന്താണ് അടുത്ത സ്റ്റെപ്പ്? നമുക്ക് ഇത് പ്രൊഫൈൽ ഒരു 5.8 മീറ്ററിന്റെ ഒരു പ്രൊഫൈലായിട്ടാണ് നമുക്ക് വരിക. അത്രയും ലെങ്ത് ഉള്ള. ഓക്കെ. നമ്മൾ ഇതിനെ നേരെ കട്ടിങ്ങിലേക്ക് ഇടും. നമുക്ക് ഫസ്റ്റ് പ്രൊസീജിയർ വരുന്നത് കട്ടിംഗ് ആണ്. നമുക്ക് കട്ടിങ്ങിലോട്ട് നീങ്ങാം. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു uPVC വിൻഡോ ഉണ്ടായി വരുന്നത് എന്നതാണ്. അങ്ങനെ തന്നെ. ഇതാണോ നമ്മുടെ കട്ടിംഗ് മെഷീൻ? ഇതാണ് നമ്മുടെ കട്ടിംഗ് മെഷീൻ വരുന്നത്. നമുക്ക് ഇതിൽ നമ്മുടെ വിൻഡോന്റെ മെഷർമെന്റ് അനുസരിച്ച് നമുക്ക് എത്രയാണ് നമ്മുടെ വിൻഡോന്റെ സൈസിനനുസരിച്ച് നമ്മൾ ഇത് ഡബിൾ ഹെഡ് കട്ടിംഗ് മെഷീൻ ആണ്. ഇതൊരു ഹെഡ്, ഇതിന്റെ വേറൊരു ഹെഡ്. നമ്മൾ ഇത് വെച്ചിട്ട് ഒരു 45 ആംഗിളിൽ നമ്മൾ ഇത് കട്ടിങ് വരുന്നത്. ഇങ്ങനെ. അതെ. 45 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടൈല് കട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാം. അതെ, രണ്ട് സൈഡ് ഒരുമിച്ച് കട്ടാവും ഇതിന്റെ. അപ്പം ഇതിന്റെ വലിപ്പം ഇത് നീക്കുന്ന അനുസരിച്ചാണ് അതിന്റെ ലെങ്ത് വ്യത്യാസം. വിൻഡോന്റെ സൈസിനനുസരിച്ച് നമുക്ക് അത് അതുവരെ നീക്കാം. ഓക്കെ. ഇതില് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എത്ര ഹൈറ്റ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്? മീൻസ് എത്ര വരെ നമ്മൾ എത്ര ഹൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് വിൻഡോ ചെയ്യാം. നമ്മൾ 3 മീറ്ററിന്റെ വിൻഡോ ചെയ്തിട്ടുണ്ട്. 3.5 മീറ്ററിന്റെ വിൻഡോസ് ഒക്കെ, സൈഡ് വിൻഡോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സാഗിങ് ഒന്നും ഇല്ല. യെസ്. ഇതില് നമുക്ക് uPVCയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഘടകമാണ് അതിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന GI റീഇൻഫോഴ്സ്മെന്റ്. അതായത് ആ ഹോളിനകത്തോട്ട് വരുന്ന സാധനമല്ലേ? അതെ. uPVCയുടെ അതിനെ ടെക്നിക്കലി പറയുന്നത് uPVCയുടെ ചാമ്പേഴ്സ്. ആ ചാമ്പേഴ്സിനുള്ളിൽ നമുക്ക് ടോപ്പ് ടു ബോട്ടം വിൻഡോന്റെ സൈസ് ഏതാണെങ്കിലും കൂടി, ഇപ്പൊ ചെറിയ വിൻഡോ ആണെങ്കിലും വലിയ വിൻഡോ ആണെങ്കിലും കൂടി നമ്മൾ ടോപ്പ് ടു ബോട്ടം ഇത് ഉപയോഗിക്കണം. GI റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ഉപയോഗിക്കണം. അത് ഈ GI റീഇൻഫോഴ്സ്മെന്റ് ഓരോ വിൻഡോസിനും ഓരോ സൈസാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ സ്ലൈഡിംഗ് വിൻഡോ ആണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫ്രെയിമിന് അല്ലെങ്കിൽ അതിന്റെ ഷട്ടറിന് ഇതിന്റെ സൈസുകൾ മാറിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ തിക്നെസ് ചെറിയ വിൻഡോ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ 1.2 ആണ്,
വിൻഡോയുടെ ഹൈറ്റ് കൂടുമ്പോൾ ഒരു 3 മീറ്ററിന്റെ വിൻഡോ വരികയാണെങ്കിൽ നമ്മൾ അത് 2.2 mm തിക്നെസ് നമ്മൾ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത്. ഹൈറ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സാഗ് ഒഴിവാവാനായിട്ട് ഇതൊരു റീസൺ കൂടിയാണ് അല്ലേ? അതെ. ഈ പല കസ്റ്റമർ എനിക്ക് തോന്നുന്ന ഈ UPVC വിൻഡോസ് യൂസ് ചെയ്യുന്ന ഒരു 99% കസ്റ്റമേഴ്സിനും ഇങ്ങനെ ഒരു ചാനൽ അതിനുള്ളിലുള്ളതായിട്ട് അറിയേറില്ല. ഇല്ല. അത് ഈ ചാനൽ ഇതിന്റെ പുറത്തേക്ക് കാണാൻ പറ്റില്ലല്ലോ ഒരു കസ്റ്റമേഴ്സിന്. അപ്പൊ നമ്മൾ ഇതിനെ മാക്സിമം ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കോംപ്രമൈസ് ചെയ്യാം. പല ഫാബ്രിക്കേറ്റേഴ്സും ഇതിന് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റീലിന്റെ തന്നെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റേറ്റ് ഇതിൽ കുറയും. ഈ UPVC ചാമ്പേഴ്സിന്റെ ഉള്ളിലേക്ക് വെള്ളം ഒരിക്കലും അതിന്റെ ഉള്ളിലേക്ക് ഇല്ല. അടുത്ത എന്താണ് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്? അടുത്ത മെഷീൻ വരുന്നത് ഇത് ലോക്ക് ഹോളിന്റെ മെഷീനാണ്. നമുക്ക് ഇതിലാണ് നമുക്ക് ലോക്ക് ഏത് ടൈപ്പ് ലോക്കാണ് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ ഹോൾ ക്രിയേറ്റ് ചെയ്യാം ഇതില്. ലോക്കിന്റെ കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ലോക്സ് എല്ലാം നമ്മൾ പറയുന്നില്ല. അതെ, പറഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണാവോ? അടുത്ത മെഷീൻ നമുക്ക് വരുന്നത് ഇത് വാട്ടർ സ്ലോട്ട് മെഷീനാണ്. അതായത് ഡ്രെയിനേജ്. നമുക്കിപ്പോ ട്രാക്ക് ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഈ മെഷീൻ വന്നത്. ഇതിലാണ് നമ്മൾ അതിന്റെ ഹോളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യും. അതായത് ഡ്രെയിൻ ഔട്ട് ചെയ്യുന്ന നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ആ സാധനമാണ് അതിലിടുന്ന മെഷീനാണ്. അതെ. ഇതെന്താണ്? ഇതൊരു കട്ടിംഗ് മെഷീനാണ്. അതായത് നമ്മുടെ ഓപ്പൺ വിൻഡോ വരില്ലേ, 2 ഓപ്പൺ തുറക്കുമ്പോൾ സെന്ററിൽ ഒരു പീസ് ഉണ്ടാവും, ഒരു പാർട്ടീഷൻ. അതിന് നമ്മൾ ടെക്നിക്കലി പറയുന്ന പേരാണ് മുള്ളിയൻ. ആ മുള്ളിയൻ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു മെഷീനാണ് ഈ ഒരു മെഷീൻ. ചെറിയ പ്രോസസ്സുകൾക്ക് പോലും നമ്മൾ അതിനായിട്ട് ഓരോ മെഷീൻസ് അവൈലബിൾ ആണ് അല്ലേ? അതെ. ഇനി അടുത്തത് ഏതാണാവോ? അടുത്ത മെയിൻ മെഷീനാണ് നമ്മുടെ വെൽഡിംഗ് മെഷീൻ. എനിക്ക് തോന്നുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ്. അതെ, നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയ മെഷീനാണിത്. കഴിഞ്ഞ മാർച്ച് മാസം, അതായത് ഒരു 4-5 മാസമായിട്ടുള്ള നമ്മൾ ഈ ഒരു മെഷീൻ ഇറക്കിയിട്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്തുവാ? നമുക്ക് ഈ മെഷീൻ വന്നിട്ട് സീംലെസ് വെൽഡിംഗ് ആണ്. പണ്ടത്തെ നമ്മളൊരു ടെക്നിക്ക് കണ്ടിട്ടുണ്ടായിരുന്നത് ഫ്യൂഷൻ വെൽഡിംഗ് ആണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിക്കുമ്പോൾ ഫ്യൂഷൻ ആയിരുന്നു. അതിലൊരു നമ്മൾ വെൽഡ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു ഗ്രൂവ് ഉണ്ടായിരിക്കും. എന്നാൽ ഇതങ്ങനെയല്ല വരുന്നത്. ഇത് നമ്മൾ വെൽഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു ഗ്രൂവ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ജോയിന്റ് പക്ക ക്ലിയർ ആയിരിക്കും ഇതിന്റെ ജോയിന്റ്. അതായത് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ വെൽഡിംഗ് സാധാരണ അപ്പോൾ ഉപയോഗിക്കുന്ന ഒന്നിൽ സ്റ്റീൽ വെൽഡ് ചെയ്യുമ്പോഴോ അങ്ങനെയുള്ള മെറ്റലുകൾ ചെയ്യുമ്പോഴത്തേക്കും, പക്ഷേ UPVC-ലോട്ട് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ രീതിയിൽ ഒരു വെൽഡിംഗ് ടെക്നോളജി തന്നെയാണ് ചെയ്യുന്നത്. അതെ. ഇത് പ്രത്യേക ഒരു മെഷീനാണ്. ഇത് 250 ഡിഗ്രിയിൽ വെൽഡ് ചെയ്തിട്ട് വരുന്ന ഒരു സീംലെസ് വെൽഡിംഗ് മെഷീനാണ് ഈ സംഭവം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചു, ഇത് ക്ലൈമാറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം ആൽഗെ ഫംഗൽ അറ്റാക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല ഇതിൽ. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതല്ല. അപ്പൊ അതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് സീംലെസ് വെൽഡിംഗ്. ഇതിലെ ഇപ്പൊ നമ്മുടെ UPVC-ലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ തന്നെ പഴയ വീഡിയോയുടെയും പല ആൾക്കാരും വിളിച്ചു ചോദിക്കുന്ന ഒരു വലിയ സംശയമുണ്ട്. ഒന്ന്, ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി. ഇതെങ്ങനെ റിജിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലോ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയലോ? അല്ല, ഇത് UPVC വന്നിട്ട് ഒരു ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ്. ഒരു ടെൻസൈൽ സ്ട്രെങ്ത് അതിനുണ്ട്. അതെ. ഇതിന്റെ പറഞ്ഞില്ലേ മെയിൻ കമ്പോണന്റുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ഓൾറെഡി. PVC റെസിൻ ആണ്. ഇത് എപ്പോഴും UPVC എന്ന് പറഞ്ഞ മെറ്റീരിയൽ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇത് റിജിഡ് ആയി കഴിഞ്ഞാൽ ഇത് പൊട്ടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഉള്ളില് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീഇൻഫോഴ്സ്മെന്റ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നമ്മൾ വെളിയിൽ വെക്കുന്ന പ്രോഡക്റ്റ് എപ്പോഴും സൂര്യപ്രകാശമൊക്കെ അടിക്കാം. അതെ, നോർമലി സംഭവിക്കുന്നത്. അപ്പൊ കളർ ഫേഡിംഗ് ഒക്കെ എങ്ങനെയാണ്? 20 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. കളറിനായാലും വൈറ്റിനായാലും 20 വർഷം വാറണ്ടി ഉണ്ട്. അപ്പൊ കളർ ഏതൊക്കെ ഉണ്ടാവും? നമുക്കൊരു 8ഓളം കളറുകളുണ്ട്. വൈറ്റിനെ അപേക്ഷിച്ച് നമ്മളൊരു 8ഓളം കളറുകളുണ്ട് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട്. വുഡൻ കളറിലേക്ക് വരികയാണെന്ന് വെച്ചെങ്കിൽ വാൾനട്ട്, അതുപോലെ തന്നെ മഹാഗണി, ഗോൾഡൻ ഓക്ക്, ഡാർക്ക് ഓക്ക്, ഇതാണ് വുഡൻ കളറിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് വരുന്നുണ്ട്. ബ്ലാക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു പുതിയ കളറാണ്, പൈറൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഗ്രേ കളർ, അതുപോലെ തന്നെ അലുക് സിൽവർ എന്നായിട്ട് 8ഓളം കളറുകൾ അവൈലബിൾ ആണ്. കസ്റ്റമൈസേഷൻ നമുക്ക് എങ്ങനെ വേണേൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ്. അതെ, ഹൈറ്റിന്റെ കാര്യത്തിൽ അതിലൊന്നും ഒരു കുഴപ്പമില്ല. വിഡ്ത്തിന്റെ കാര്യത്തിൽ. ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി ഹാർഡ്വെയർ. കാര്യം പലരും ഈ പറയുന്ന UPVC വിൻഡോ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു വലിയ സംശയം ഇതിന്റെ സെക്യൂരിറ്റി റീസൺ ആണ്. ഗ്ലാസ് ഇപ്പൊ ടഫൺ ഗ്ലാസ് ഇട്ടാലും ബ്രേക്ക് ചെയ്യണമെന്നവർക്ക് ബ്രേക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ഹാർഡ്വെയറുകളെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടന്റ് ആണ്. പറഞ്ഞാട്ടെ, UPVC ഉപയോഗിക്കുന്ന മെറ്റീരിയലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഘടകമാണ് ഇതിൽ ഉപയോഗിക്കുന്ന ഹാർഡ്വെയർസ്. ഹാർഡ്വെയർ നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാം. കസ്റ്റമറുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് പല ടൈപ്പ് ഹാൻഡുകൾ ഉപയോഗിക്കാം. ഇതിപ്പോ ഒരു ഡി ഹാൻഡിൽ എന്ന് പറയും, നമുക്ക് സ്ലൈഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഡി ഹാൻഡിലാണ്. ഇതിന് പകരം നമുക്ക് ഇങ്ങനത്തെ ഹാൻഡിലുകളായാലും നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. അതെ, നമുക്ക് ഹാർഡ്വെയറുകൾ നമ്മൾ 10 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഹാർഡ്വെയറിന് മാത്രം 10 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഹാർഡ്വെയർ നമ്മൾ ഫിക്സ് ചെയ്ത് ഉപയോഗിക്കുന്ന ഈ സ്ക്രൂ, ഇതൊക്കെ നമ്മൾ SS304 ഗ്രേഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് തുരുമ്പ് പിടിക്കരുത്, ഉണ്ടാവരുത്.
പിന്നെ അതുപോലെ തന്നെ ഹിഞ്ചസുകൾ നമ്മൾ ഉപയോഗിക്കുന്നതും SS304 ഗ്രേഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ. പറഞ്ഞ നാളെ ഒരു തുരുമ്പ് വരുന്ന പ്രശ്നം നമുക്ക് വരുന്നില്ല. ഇനി ഇതൊക്കെ എന്തൊരു മിനിയേച്ചർ രൂപങ്ങളാണോ? അതെ. ഇതിൽ എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ. നമ്മൾ സാധാരണ വെക്കുമ്പോഴത്തേക്കും സിംഗിൾ ട്രാക്ക് ഉണ്ട്, ഡബിൾ ട്രാക്ക് നമ്മൾ, അതായത് ഫിക്സഡ് ഗ്ലാസ് ആണ്, സിംഗിൾ നമുക്ക് മതിയല്ലോ, അല്ല ഡബിൾ ട്രാക്ക്. അതുപോലെ എത്ര ട്രാക്കുകൾ വരെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്? നമുക്കിപ്പോൾ സ്ലൈഡിംഗ് വിൻഡോ ആണെന്ന് വെച്ചാൽ 2 ട്രാക്ക് ഉണ്ട്, 2.5 ട്രാക്ക് ഉണ്ട്. ഈ 2.5 ട്രാക്ക് എന്നുള്ള നമുക്ക് മെഷ് വെക്കാനുള്ള ഒരു അഡീഷണൽ ഒരു ഓപ്ഷൻ, അതായത് കൊതുകിന്റെ നെറ്റ് വെക്കാനായിട്ട്. പിന്നെ 3 ട്രാക്ക് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ട്. 3 ട്രാക്ക് അവൈലബിൾ ആണ്. യെസ്, അതിന്റെ മിനിയേച്ചർ രൂപങ്ങളാണ് ഈ കാണുന്നത്. ഇതിപ്പോ ഒരു 3 ട്രാക്ക് ആണ് ഇത്. 3 ഷട്ടറാണ് ഇതിലുള്ളത്. ശരി, ഇതിനകത്ത് നമ്മൾ സ്റ്റീൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. ഇനി പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് അത്ര അവെയർ അല്ല. അതെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ക്വാളിറ്റി ഓഫ് ഇതിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഒക്കെ അതിനകത്ത് പ്രധാനമാണ്. ഉപയോഗിക്കുന്ന ഗ്ലാസ് നമുക്ക് ഏതും യൂസ് ചെയ്യാൻ സാധിക്കത്തില്ലേ? ഇതിൽ നമുക്കൊരു 22 mm ഗ്ലാസ് വരെ നമുക്ക് ഉപയോഗിക്കാം. പല സിറ്റുവേഷനിൽ നമുക്ക് ലാമിനേറ്റഡ് ഗ്ലാസുകൾ ഉപയോഗിക്കാം. ലാമിനേറ്റഡ് ഗ്ലാസ് എന്ന് വെച്ചാൽ സാൻഡ്വിച്ച് ഗ്ലാസുകൾ, ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഗ്ലാസുകൾ, പിന്നെ അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള DGU ഗ്ലാസുകൾ യൂസ് ചെയ്യാം. അങ്ങനത്തെ ഗ്ലാസുകൾ നമുക്ക് 22 mm വരെ നമുക്ക് ഇതിൽ ഗ്ലാസുകൾ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇതിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും, നോർമലി ഡോർ വയ്ക്കുമ്പോഴത്തേക്കും പഴയ ഒരു സിസ്റ്റം അനുസരിച്ച് ഇതിന് അനക്കമൊക്കെ സംഭവിക്കുമല്ലോ. അതായത് ഡോർ ഒന്ന് അനങ്ങുകയൊക്കെ ചെയ്യും അടയ്ക്കാൻ നേരത്തെ. അങ്ങനെയുള്ള പ്രശ്നങ്ങളുമല്ല നമ്മുടെ പ്രൊഡക്റ്റുകളിൽ ഇല്ല. ബീഡിങ്സ് സിസ്റ്റംസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഏറ്റവും ഒരു പ്രത്യേകതയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്യാസ്കറ്റ്. അതൊന്ന് കാണിക്കാനുണ്ടല്ലോ. ഗ്യാസ്കറ്റ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് TPE ഗ്യാസ്കറ്റ് ആണ്. നല്ല ക്വാളിറ്റി കൊടുക്കുന്ന ഒരു ഗ്യാസ്കറ്റ് ആണ് TPE ഗ്യാസ്കറ്റ്. അതായത് ഇപ്പൊ ചൂട് കൂടുതൽ വരുന്ന സ്ഥലങ്ങൾ ഇത് പൊട്ടി പോത്തൊന്നുമില്ല. ഇല്ല. പണ്ടത്തെ അലൂമിനിയത്തിന്റെ പഴയ ഒരു വിൻഡോസ് ഉണ്ട്, അതായത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന വിൻഡോസ്. അതിനകത്ത് ഇതുപോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തത്, പക്ഷെ അതൊക്കെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ചൂട് കൊണ്ട് പൊട്ടി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി നോക്കിയിട്ട് നമ്മൾ ഇട്ടുള്ളതാണ് TPE ഗ്യാസ്കറ്റ്. ഇനി നമുക്ക് ഇതിന്റെ റേറ്റ്, ഏകദേശ റേറ്റ് എനിക്കറിയാം. കളർ വ്യത്യാസത്തിന് ഇതിന്റെ റേറ്റ് വ്യത്യാസം വരും, സൈസിന് വ്യത്യാസം വരും. ഇതൊക്കെ ആപ്ലിക്കബിൾ ആണ്. ഞങ്ങൾ പറയുന്നത് കണ്ടീഷൻസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ആണ്. എനിക്ക് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഏകദേശം ഒന്ന് പറഞ്ഞു തന്നാട്ടെ. നമ്മളിപ്പോ സ്ക്വയർ ഫീറ്റിന്റെ ഏകദേശം റേറ്റ് പറയാന്ന് വെച്ചാൽ വൈറ്റ് കളറിലെ സ്ലൈഡിംഗ് വിൻഡോ ഒക്കെ ആണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 450 to 550 സ്ലൈഡിംഗ് വിൻഡോ. നേരെ മറിച്ച് അത് സ്ലൈഡിംഗ് ഡോറിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിന്റെ ഷട്ടറുകൾക്ക് വലിപ്പങ്ങൾ വ്യത്യാസമുണ്ട്. അത് ഏകദേശം ഒരു 600-700 rupees വരും. നമുക്ക് അതൊരു 2 ട്രാക്കിൽ ചെയ്യും. പിന്നെ അത് തന്നെ കളറിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 50% നമുക്ക് റേറ്റ് കൂടും. ഏത് കളർ വിൻഡോയിലേക്ക് പോകുകയാണെങ്കിലും നമുക്ക് വൈറ്റിനെ അപേക്ഷിച്ച് 50% റേറ്റ് കൂടുതലായിരിക്കും. അത് കസ്റ്റമറുടെ ചോയ്സ് ആണ്. അതെ. പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ വിൻഡോയിലേക്ക് പോകുകയാണെന്ന് വെച്ചാൽ ഒരു 650-700 ആ റേഞ്ചിലാണ് അതിന്റെ റേറ്റ് വരുന്നത്. കാരണം വെച്ചാൽ അതിൽ കൂടുതൽ ഹാർഡ്വെയർസ് നമ്മൾ ഉപയോഗിക്കും. പല ആൾക്കാരുടെയും വലിയൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പൺ ആയിട്ടുള്ള ഡോറുകൾക്ക് എന്തുകൊണ്ട് റേറ്റ് കൂടുതൽ എന്നുള്ളൊരു സംശയമുണ്ട്. ഹാർഡ്വെയർ ഒക്കെ അതിനകത്താണ്, ഹാർഡ്വെയർ കൂടുതലാണ് അതിൽ വരുന്നത്. ഇത് നമുക്ക് uPVC വിൻഡോ മാത്രമല്ല ഡോറുകളുണ്ട്. ഇത് uPVC-യിൽ വരുന്ന ഒരു ഗോൾഡൻ ഓക്ക് കളറിൽ വരുന്ന ഒരു ഡോറാണ്. നമുക്കിത് ബെഡ്റൂമിനായാലും ബാത്റൂമിനായാലും നമുക്കിത് യൂസ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡോറുകളാണ്. സൈസ് കൂട്ടാം വീതി കൂട്ടാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടോപ്പ് ടു ബോട്ടം, അതായത് ഇത് ടോട്ടൽ uPVC ആണ്. 100% ഹോമോജീനിയസ് ഡോറുകളാണ്. ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്ന ഡോറുകൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് കുറവിന്റെ ഡോറുകൾ നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രെയിം അതുപോലെ തന്നെ ഈ ഡോറിന്റെ ഷട്ടറുകൾ uPVC ആയിരിക്കും. എന്നാൽ ഈ വരുന്ന പാനലുകൾ uPVC ആവില്ല. ഇപ്പൊ ഇത് മുഴുവനും വന്നിരിക്കുന്നത് ഫുൾ uPVC ആണ്. ഇതിന്റെ പാനലും ഫ്രെയിമും എല്ലാം. അപ്പൊ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതെ. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സർവീസ്, അതായത് നിങ്ങളുടെ സ്ഥലം നമ്മൾ പറഞ്ഞു തൃശ്ശൂരാണ്, നമ്മൾ എവിടം വരെയൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട്? ഓൾ കേരള നമുക്ക് സർവീസ് അവൈലബിൾ ആണ്. അതായത് വിത്ത് ഫിക്സിംഗ് ആണോ നമ്മൾ പറയുന്നത്? വിത്ത് ഫിക്സിംഗ് നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മളിപ്പോ ഒരു ഓർഡർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടെക്നീഷ്യൻ പോയിട്ട് സൈറ്റിൽ പോയിട്ട് മെഷർമെന്റ് എടുക്കും. നമ്മൾ ഇവിടെ വന്നിട്ട് ആ ഒരു സൈസിൽ നമ്മൾ ഇത് പണി കഴിക്കും. എന്നിട്ട് നമ്മൾ സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ അതിനകത്ത് ഒരു സംശയം ആൾക്കാർക്ക് തോന്നിക്കാം, ഇത് ഫിക്സ് ചെയ്യുന്ന സമയം. കാരണം നമ്മൾ സാധാരണ ജനലുകൾ ഫിക്സ് ചെയ്യുന്നതിനകത്ത് തടിയുടെ ജനലാണ് നമ്മൾ ഇത് വെച്ച് ഫ്രെയിം വെച്ച് പോയിരുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഒരു ടൈം എപ്പോഴാണ്? നമുക്ക് ഒരു 10 to 15 days ആണ് നമുക്ക് ഈ വിൻഡോ ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കട്ടിംഗ് ഒക്കെ ഇട്ട് അവസാനം തേച്ച് കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ പോയി അളവെടുത്തോണ്ട് വരിക. ഏറ്റവും അവസാനമാണ് കട്ടിംഗ് ഇട്ട് പോവുകയാണെങ്കിൽ ലാസ്റ്റ് ആണ് നമ്മളിത് ഫിക്സ് ചെയ്ത് പോകുന്നത്. കാര്യം പിന്നീട് അതിനകത്ത് തന്നെ ചെളിയോ പ്രശ്നങ്ങളോ ഒന്നും വരാൻ പാടില്ല. അങ്ങനെ തന്നെയല്ലേ? കേരളത്തിൽ മുഴുവൻ സർവീസ് ചെയ്യുന്നു, എവിടെയും നമ്മൾ എത്തിച്ചു കൊടുക്കും. 15 ദിവസത്തിനാണ് നമ്മുടെ വർക്കും കഴിഞ്ഞ് 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് സാധനം അവരുടെ സൈറ്റിൽ കൊണ്ട് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ബാക്കി വേറെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അപ്പോൾ എന്തായാലും
ഒരു പ്രൊഡക്ഷൻ, അതായത് ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ പ്രൊഡക്റ്റിന് ഇന്ന ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട് കേട്ടിട്ടുണ്ടാവും. ഓരോ ബ്രാൻഡിനും അതിൻ്റെതനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ടെന്ന് അറിയാം. പക്ഷെ ഏത് ആൾക്കാർക്ക് വിശ്വസിച്ചെടുക്കാൻ സാധിക്കുമെന്ന് അറിയാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ നമ്മുടെ uPVC വിൻഡോസിന്റെ പ്രൊഡക്ഷൻ വീഡിയോ ഇല്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ വീഡിയോ. അത് കാണിക്കാനായിട്ട് നിങ്ങളെ സഹകരിച്ചതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ബൈ. ഓക്കെ, ബൈ. ഇതാണ് പലപ്പോഴും ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിനും പറയുന്നൊരു കാര്യമുണ്ട്. സർവീസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുന്നതിലല്ല, ആ പ്രൊഡക്റ്റ് പിന്നീട് ആഫ്റ്റർ സർവീസ് വരുന്ന പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം. എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് മനുഷ്യനാണ്. ഈ പറയുന്ന സാധനങ്ങളെല്ലാത്തിനും ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ അത് കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന ഒരു ഫേമിനെ തന്നെ അതിനായിട്ട് നിങ്ങൾ സമീപിക്കാവുന്നതാണ്. അപ്പോൾ നമ്പർ ഇട്ടേക്കാം. വീണ്ടും കാണാൻ പറ്റുന്ന മികച്ച വീഡിയോ അതുവരെയും അജയ് ശങ്കർ സനിയ, ഡോക്ടർ ഇന്ത്യ.